മലയാള സിനിമാ മേഖലയ്ക്ക് തീ പിടിക്കുന്ന സാഹചര്യം. സഹപ്രവർത്തകർ തോളോട് തോൾ ചേർന്ന് നടന്നവർ പീഡന ആരോപണങ്ങളിൽപ്പെട്ട് പ്രതിസന്ധിയിലായി. പറയാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാവുമോ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ കൂട്ടരാജി? മലയാള സിനിമയിലെ അതികായനായി തുടരുന്ന മോഹൻലാൽ അമ്മ സംഘടനയിലെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും മുതിരാതെ രാജിയിൽ ഒതുക്കിയത് ശരിയായില്ല എന്ന അഭിപ്രായം ഉയരുകയാണ്. സ്വന്തമായി ഒരു നിലപാടുണ്ടാവുക എന്നത് മുഖ്യമല്ലേ? ഇത് ഒളിച്ചോട്ടം എന്നല്ലാതെ മറ്റൊന്നുമല്ല. ഈ അവസരത്തിലാണ് നടൻ ജഗദീഷിന്റെ നിലപാട് പ്രശംസ നേടുന്നത്. മടിയിൽ കനമില്ലാത്തവന് പേടി വേണ്ടല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അവരവർ നേരിട്ട അനുഭവങ്ങൾ പങ്കുവെച്ച് സ്ത്രീകൾക്ക് പുറമെ പുരുഷന്മാരും രംഗത്തെത്തി. അമ്മ ഭാരവാഹികൾ ഓരോരുത്തരായി പ്രതിസ്ഥാനത്താവുകയും ചെയ്തു. കൂട്ടരാജിക്കപ്പുറം പ്രതിസന്ധിയെ നേരിടുകയല്ലേ വേണ്ടതെന്ന ചോദ്യം ജഗദീഷ് യോഗത്തിൽ ഉയർത്തി. അപ്പോഴായിരുന്നു ജഗദീഷിനെ ലക്ഷ്യമിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയത് ആരെന്ന പരാമർശമെത്തിയത്. ഇതോടെ ചർച്ച കൈവിട്ടു പോകാതിരിക്കാൻ മോഹൻലാൽ ഇടപെടുകയായിരുന്നു. എല്ലാ ധാർമ്മിക ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് താൻ മാത്രം രാജിവെക്കുമെന്ന് മോഹൻലാൽ പറഞ്ഞു. ഇതോടെ ലാൽ ഒറ്റയ്ക്ക് രാജിവെക്കുന്നതിലെ പ്രശ്നങ്ങൾ യോഗത്തിൽ ആശങ്കയുണ്ടാക്കി. അങ്ങനെ എല്ലാവരുടെയും രാജി എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും നടൻ സിദ്ദിഖ് താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ചിരുന്നു. യുവനടി ഉയർത്തിയ പീഡന ആരോപണത്തെ തുടർന്നാണ് സിദ്ദിഖ് രാജിവെച്ചത്. ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയായിരുന്നു രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. തുടർന്ന് ഈ പദവി വഹിച്ചിരുന്ന ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനു നേരെയും ആരോപണങ്ങൾ ഉയർന്നതോടെ അമ്മ പ്രതിസന്ധിയിലായി. വിഷയത്തിൽ പരസ്യപ്രതികരണവുമായി നടൻ ജഗദീഷ് അടക്കമുള്ള താരങ്ങൾ എത്തിയതും അമ്മയിൽ സംഭവിച്ച ഭിന്നത മറനീക്കി പുറത്തുവന്നതിന് ഉദാഹരണമായി. ജയൻ ചേർത്തല അടക്കമുള്ള അംഗങ്ങളും അമ്മയുടെ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി. അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്ന് നടൻ പൃഥ്വിരാജ് തുറന്നടിച്ചതും നിർണായകമായി. അതേസമയം കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയുടെ പ്രതികരണം വളരെ നിരാശാജനകമായിരുന്നു. മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളെ തള്ളിപ്പറഞ്ഞ സുരേഷ് ഗോപി താൻ ഇപ്പോൾ വെറുമൊരു നടൻ മാത്രമല്ല, ഇന്ത്യ ഭരിക്കുന്ന മുന്നണിയുടെ ഭാഗമായ ജനപ്രതിനിധിയാണ്, കൂടാതെ കേന്ദ്ര സഹമന്ത്രി കൂടിയാണെന്ന് എല്ലാം അദ്ദേഹം മറന്നു. അദ്ദേഹം കൂടെ ഉൾപ്പെട്ട ഒരു വിഭാഗത്തിലെ സംഭവ വികാസങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹവും ബാധ്യസ്ഥനാണ് എന്നിരിക്കെ ജനങ്ങളുടെ നാവായി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞത് ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയായി തന്നെ കണക്കാക്കാവുന്നതാണ്. മാധ്യമ പ്രവർത്തകർക്ക് നേരെയല്ല സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചത്, അദ്ദേഹത്തിന് വോട്ട് നൽകി വിജയിപ്പിച്ച ജനങ്ങളോടുകൂടിയാണ്. അടുത്ത തവണ വോട്ട് ചോദിക്കുമ്പോൾ ജനങ്ങളും പറയും വോട്ട് തരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന്.